good morning loudly. Orke parayu. Enna aru usharalathe? Orke parayu good morning. Very good. Ippara onnu unarnadallaru. Be smart. Smart avante makkale. Engineyinu orke thungi irikane? No. Venda ട്ടോ. നമ്മളെല്ലാവരും സ്മാർട്ട് ആയിരിക്കണം. സോ എന്ത് പറയണം? orke smart ആയിട്ട് വേണം നമ്മൾ ക്ലാസ്സിൽ ഇരിക്കാനായിട്ട്. Have you breakfast? Okay, fine. Kaichula, very good. How are you? How are you all? Yes, I'm good. Pinendu parayanam narne? Thank you. Then, teacher endu choikkanam? How are you? Teacher endu parayum? I'm good, thank you. Okay, fine. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതല്ലേ? അതെല്ലാ ദിവസവും നമ്മളോട് ചോദിക്കും. നമ്മൾ ആരെങ്കിലും കണ്ടാലും നമ്മളൊന്ന് വിഷ് ചെയ്തേ. ഹായ്, ഹൗ ആർ യു? ഇപ്പൊ കൈ കൊടുക്കണ്ടോ? കൊറോണ ആയതുകൊണ്ട് കൈ കൊടുക്കണ്ട. ഹായ്, ഹൗ ആർ യു ചോദിച്ചാൽ എന്ത് പറയൂര്? ഐ ആം ഗുഡ്, താങ്ക് യു. ഓക്കെ ഓക്കെ. നമ്മൾ ഇന്ന് ഹിന്ദി പഠിക്കും. നമ്മൾ ഈ ക്ലാസ്സിൽ ഒരിക്കൽ പോലും ഹിന്ദി പഠിച്ചിട്ടില്ലല്ലോ. പഠിച്ചിട്ടുണ്ടോ? നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ ഹിന്ദി പഠിച്ചിട്ടില്ല. ഹിന്ദി പഠിക്കണ്ടേ? വേണം അല്ലേ? ഹിന്ദി പഠിക്കണം. ഹിന്ദി പഠിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല അല്ലേ? ഹിന്ദിക്ക് എന്താ പ്രത്യേകത? എന്തോ ഹിന്ദി? നമ്മൾ എവിടെയാ താമസിക്കണേ? ഇന്ത്യയില്. ഇന്ത്യയുടെ പേരെന്താണെന്നറിയോ? ഹിന്ദുസ്ഥാൻ. എന്താണ്? ഹിന്ദുസ്ഥാൻ. ഹിന്ദുസ്ഥാനിലെ ലാംഗ്വേജ് ഏതാണെന്നറിയോ? നമ്മുടെ രാഷ്ട്രഭാഷ, നമ്മുടെ രാജ്യത്തിന്റെ ഭാഷ ഏതാ? രാഷ്ട്രം എന്ന് പറഞ്ഞാൽ രാജ്യം. നമ്മുടെ രാജ്യത്തിന്റെ ഭാഷ ഏതാണെന്നറിയോ? ഹിന്ദിയാണ് അല്ലേ? നമ്മുടെ രാജ്യത്തിന്റെ ഭാഷ ഹിന്ദിയാണ്. നമ്മൾ കേരളത്തിലുള്ളതാണ് അല്ലേ? കേരള ഡിസ്ട്രിക്റ്റില്, അതായത് കേരള കേരള സ്റ്റേറ്റിലാണ് അല്ലേ നമ്മൾ താമസിക്കുന്നത്? കേരള സംസ്ഥാനത്തിലാണ് നമ്മൾ താമസിക്കുന്നത് അല്ലേ? കേരളത്തിലെ ഭാഷ ഏതാണ്? മലയാളം. പക്ഷെ നമ്മൾ ഇന്ത്യ എന്ന രാജ്യത്തിലാണ് കേരള എന്ന സംസ്ഥാനത്തിൽ താമസിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരിക്കും രാജ്യഭാഷ, രാഷ്ട്രഭാഷ ഏതാ? ഹിന്ദി. ഹിന്ദി എല്ലാവരും ഒഴിവാക്കാൻ പാടുണ്ടോ? ഇല്ല. ഹിന്ദി പഠിക്കണം. നല്ല രസമാണ് ഹിന്ദി പഠിക്കാൻ കേട്ടോ. ഹിന്ദി പഠിക്കണ്ടേ നമുക്ക്? നമ്മുടെ നമുക്കറിയാം നമ്മൾ ഹിന്ദി പഠിച്ചിട്ടുണ്ടല്ലേ? കുറച്ച് പേര് പഠിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, ഫൈൻ. സോ നമുക്ക് ഇന്ന് ഹിന്ദി പഠിക്കാം. ആദ്യം ടീച്ചർ ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഹിന്ദി അക്ഷരങ്ങൾ. നമുക്ക് നോക്കാം, അത് വായിച്ചു നോക്കാം അല്ലേ? ഓക്കെ, നമുക്കത് വായിച്ചു നോക്കാമേ. ടീച്ചറിനൊപ്പം വരും. ഹിന്ദിയില് ഗുഡ് മോർണിംഗ് വരെ നമ്മൾ പറയണത് എന്താണെന്ന് അറിയുമോ? നമസ്തേ. എന്താ പറയണേ നമ്മള്? നമസ്തേ. പറഞ്ഞേ, കൈ കൂപ്പി ഗുഡ് മോർണിംഗ് വരെ എല്ലാവരും പറഞ്ഞേ നമസ്തേ. ഓക്കെ, ഫൈൻ. നൗ ഹിന്ദി നോക്കാം. ടീച്ചറുടെ ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഹിന്ദിയില് സ്വരാക്ഷർ ആൻഡ് വ്യഞ്ജനാക്ഷർ രണ്ട് രീതിയിലാണ് ലെറ്റേഴ്സ് ഉള്ളത്. സ്വരാക്ഷർ, സ്വരാക്ഷർ നിങ്ങൾ ആൽഫബറ്റ്സ് പഠിക്കുന്ന പോലെയാണ്. അതിലും ഉണ്ട് രണ്ടെണ്ണം. അതിന് പറയുന്ന കോൺസണൻസ് ആൻഡ് വവൽസ് എന്നാണ്. കൺസണൻസ് ആൻഡ് വവൽസ്. ഇതിൽ ഹിന്ദിയിൽ സ്വരാക്ഷർ, വ്യഞ്ജനാക്ഷർ എന്നാണ്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. സ്വരാക്ഷർ, സ്വരാക്ഷർ. ഓക്കെ, ഫൈൻ. ഈ സ്വരാക്ഷരാണ് ടീച്ചറോട് എഴുതിയേക്കുന്നത്. എന്താ എഴുതിയേക്കുന്നത് ടീച്ചർ? സ്വരാക്ഷർ. ടീച്ചർ എഴുതിയേക്കുന്നത് സ്വരാക്ഷരാണ്. സ്വരാക്ഷരം വായിക്കണേ നോക്കാം നമുക്ക്. നമ്മൾ മലയാളത്തിലും പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. വ്യഞ്ജനങ്ങളും സ്വരങ്ങളും മലയാളത്തിലും ഉണ്ട് കേട്ടോ. അതിൽ മലയാളത്തിലും സ്വരങ്ങളും വ്യഞ്ജനങ്ങളും ഉണ്ട്. അത് തന്നെയാണ് നമ്മൾ ഹിന്ദിയിലും പഠിക്കുന്നത്. നമുക്ക് മലയാളത്തിൽ പഠിക്കുമ്പോൾ പഠിക്കാം. നമ്മുടെ ഹരിശ്രീക്ക് ആയിട്ടുള്ളൂ. പിന്നെ നമുക്ക് പോവാം. നോക്കിക്കോ, ടീച്ചറൊപ്പം പറയണേ. പറഞ്ഞേ, ഒപ്പം പറഞ്ഞേ. നമ്മൾ മലയാളത്തിൽ പറയും റൂ എന്ന് പറയും. I
A I O Au Ha. Very good. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. ലാസ്റ്റ് ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് കേട്ടോ. ചിത്രമാല 1 ആണ് എടുക്കണ്ടേ. ചിത്രമാല 1. ചിത്രമാല 1. ലാസ്റ്റ് പേജ് നോക്കൂ. ലാസ്റ്റ് പേജ് ഏറ്റവും ബാക്ക് പേജില് നിൽക്കുന്നുണ്ട് സ്വരാക്ഷർ. Can you see this? Can you see this? കാണാമോ? Yes. Okay. A E U R A I. ഇവിടെ ഒരു അക്ഷരം തെറ്റുണ്ട് കേട്ടോ. ഓന് ഇവിടെ ഒരു ലൈൻ ഇല്ല കേട്ടോ. ആ ലൈൻ മറന്നുപോയി. അവരറിയാതെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഓയ്ക്ക് അവിടെ ഒരു ലൈൻ ഉണ്ട്. കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റിൽ തെറ്റുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്തേക്കണം. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. അത് ഒന്ന് കറക്റ്റ് ചെയ്യാൻ അമ്മയുടെ വെച്ചിട്ടുണ്ട് പറയുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവിടെ മുകളിലൊരു ഈ ലൈനിലോട് ചേർത്ത് വരയ്ക്കുക. ഓ ഔ ആ. വൺസ് അഗൈൻ ആ ഈ ഉ R A I O Au Ha. കണ്ടല്ലോ? നമ്മുടെ ടെക്സ്റ്റിലുള്ള കേട്ടോ. ഈ ഉ R A I O. ഈ ലെറ്ററാണ് നിങ്ങളുടെ അതിൽ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉള്ളത്. നിങ്ങൾ എഴുതുമ്പോൾ ഇത്രയും അവർ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും അവർ എഴുതിയിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇവിടെ ഇങ്ങനെ ലൈൻ ഇവിടെ കേട്ടോ. ഈ ലൈനിലാണ് ഇട്ട് കൊടുക്കുക. ഓക്കെ. ഓ ഔ ആദ്യം നമ്മളിവിടെ ഒരു അനുസ്കാരമുണ്ട് എന്ന് വെച്ചാൽ 2 കുത്തുണ്ട്. ഓക്കെ. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ വേർഡ്സ് ഉള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്. ഓക്കെ മക്കളെ, നമുക്കിന്ന് എഴുതണ്ടേ? നമുക്കിത് പഠിച്ചാൽ മാത്രം പോരല്ലോ, വായിച്ചാൽ മാത്രം പോരല്ലോ, എഴുതണ്ടേ? എല്ലാവരും ഓർക്കണുണ്ടോ? നമ്മൾ പഠിച്ചൊക്കെ ഓർക്കണുണ്ടോ? ആരൊക്കെ ഓർക്കാത്തെ? മറന്നുപോയോ നിങ്ങള്? ടീച്ചർ ഒന്നുകൂടെ എഴുതി കാണിക്കാൻ വിഷമിക്കണ്ട കേട്ടോ. നമുക്ക് ഒന്നുകൂടെ എഴുതാം. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാ. എല്ലാ അക്ഷരങ്ങളും പഠിച്ചു അല്ലേ? എല്ലാം പഠിച്ചു. സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരവും വൃത്തിയായിട്ട് എഴുതാൻ പഠിച്ചത് നമ്മള്. പക്ഷെ മറന്നു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ടീച്ചർ ഒന്നുകൂടെ എഴുതാം. ഓക്കെ, നോക്കിക്കോ. എഴുതുന്നത് എങ്ങനെയാ? ഫസ്റ്റ് ലെറ്റർ നമ്മൾ 3 എഴുതി അല്ലേ? 3 ആണോ? 3 എഴുതിയിട്ട് ഇങ്ങനെ ഇട്ടു. ഇങ്ങനെ വന്നപ്പോ 1 എഴുതി അല്ലേ? ഇങ്ങനെയാ 3 എഴുതി, ഇങ്ങനെ എഴുതി, ഒരു 1 ഇട്ടപ്പോ എന്തായി? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മുകളിൽ വരയ്ക്കണം. എവിടെ വരയ്ക്കുന്നത് അറിയോ? ഇവിടെ കണ്ടോ? ഇവിടെ വരയ്ക്കുമ്പോൾ അറിയത്തില്ല. ഇവിടെയാണ് നമ്മൾ വരയ്ക്കുന്നത് കേട്ടോ. മുകളില് ഹിന്ദി അക്ഷരങ്ങളുടെ പ്രത്യേകത എന്താണ്? പഠിപ്പിച്ചത് നമ്മള് മുകളിൽ വരയ്ക്കണം അല്ലേ? മറക്കരുത്. എങ്ങനെയാ? 3 എഴുതി, ഇങ്ങനെ എഴുതി, ഇവിടെ ഒരു 1 ഇട്ടു, മുകളില് എവിടെ വരച്ചത് കണ്ടല്ലോ? ഈ ലൈനിലാണ് വരച്ചത്. ഇങ്ങനെയാ 3 എന്നിട്ട് ഇങ്ങനെ ഇട്ടു, ഇങ്ങനെ ഒരു 1 ഇട്ടു, മുകളിൽ വരച്ചു. for Ase anar. Ase anar. Very good. നമുക്ക് എഴുതി പോയാലോ? നമുക്ക് എഴുതി പോയാലോ? നിന്റെ ചിത്രമാല വണ്ണില്ലേ കയ്യില്? നമുക്ക് എഴുതാം. ഫുൾ എഴുതാം. നമുക്ക് 2 വാക്കുകൾ നമുക്ക് എഴുതി പഠിക്കാം. നമ്മള് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. നമ്മള് ഓർമ്മയുണ്ടോ? ഉണ്ട്. നമുക്ക് നോക്കാം. നമുക്ക് എഴുതി നോക്കാം. ശ്രമിക്കാം. എല്ലാ അക്ഷരങ്ങളും പഠിച്ചതാണ്.
അതോ ടീച്ചർ ആദ്യം തൊട്ട് ആ ഈ പഠിപ്പിക്കണോ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ആദ്യം തൊട്ട് ആ ഈ ഒന്ന് പഠിച്ചിട്ട് നമുക്ക് എഴുതാം അല്ലേ? അത് മതി. മൊത്തം അല്ലെങ്കിൽ എഴുതാൻ പാടായിരിക്കും. ആ അല്ലേ? അത് തന്നെ. നീ എങ്ങനെയാ ഇങ്ങനെ തന്നെ അല്ലേ? 3 എഴുതി ഇട്ടു. ഇതിപ്പോ വെറും ഒരു വരയും കൂടെ ഒരു വണ്ണും കൂടി ഇട്ടപ്പോ എന്തായി? മുകളിൽ വരയിടാൻ മറക്കരുത്. മുകളിൽ വരയിടുക. എങ്ങനെയാ? 3 എഴുതി ഇങ്ങനെ ഇട്ടു, ഇങ്ങനെ വരച്ചു. 1 ഒന്നും കൂടെ വരച്ചു, മുകളിൽ വരാം. എഴുതി കാണിക്കാം. 3 എഴുതി ഒരു 1 വരച്ചു, ഒരു 1 കൂടെ വരച്ചപ്പോ മുകളില് ഇവിടെയാണ് വരയ്ക്കുന്നത്. പിന്നെ നിങ്ങൾ വരയ്ക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ 3 എഴുതിയിട്ട് ഇതിങ്ങനെ വരയ്ക്കുന്നേക്കാളും ടീച്ചർ നിങ്ങൾക്ക് എളുപ്പത്തിനാണ് അങ്ങനെ എഴുതിയത് കേട്ടോ. ഇങ്ങനെ വരയ്ക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചടിച്ച് വരച്ചു അങ്ങനെ കണ്ടോ. അതാണ് ശരിക്കും വരയ്ക്കുന്നത്. പിന്നെ പറ്റുമെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതിക്കോട്ടോ. പിന്നെന്താണ്? എങ്ങനെയാ? എണ്ണ അക്ഷരം പഠിച്ചില്ലേ? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതുകൊണ്ടാണ് ടീച്ചർ വേഗം പഠിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഒരു അക്ഷരം കൂടെ പഠിക്കാം. 2 വീതം 4 വീതം പഠിക്കാം. ഒരെണ്ണം പഠിച്ചാൽ 2 പഠിക്കാൻ എളുപ്പമോ? പഠിക്കാം. കുഴപ്പമുണ്ടോ? ഇല്ല. നോക്കിയേ, ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം ഇ ആണ്. ഇ എങ്ങനെയാണ്? ഒരു ചെറിയ ലൈൻ വരച്ചു കണ്ടോ. എന്നിട്ട് ഒരു എസ് കണ്ടോ, ചെറിയ ലൈൻ വരച്ചു, കുഞ്ഞൻ മതിയേ. എന്നിട്ട് എസ് 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 വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിന്റെ അകത്തു കൂടെ താഴത്തേക്ക് വരച്ചിട്ട് മുകളില് വരണം. എങ്ങനെയാ? ഒരു ചെറിയ ലൈൻ എസ് വരയ്ക്കുക, എന്നിട്ട് താഴത്തേക്ക് വരച്ചിട്ട് മുകളിലെ ലൈൻ വരച്ചപ്പോ എന്തായി? ഇ. എങ്ങനെയാ? ചെറിയ ലൈൻ, കുഞ്ഞത് മതി കേട്ടോ. യെസ്. എന്നിട്ട് അകത്തുനിന്ന് താഴത്തേക്ക്. നമ്മൾ ഏത് ബുക്കിലാണ് ഹിന്ദി? 2 ലൈനിൽ ടീച്ചർ വരച്ചതുണ്ടോ? 2 ലൈനിലാണ് കേട്ടോ. 2 ലൈൻ ബുക്കിലാണ് എഴുതുന്നത് ഹിന്ദി. ഇ ഏതായി ലെറ്റർ? ഇ. നമ്മൾ പഠിച്ചതുകൊണ്ടാണ് വേഗം പഠിക്കുന്നത് കേട്ടോ. ഇ. ഇ എങ്ങനെ എഴുതും? ഇ എഴുതാൻ ഇ എഴുതിയിട്ട് ഈ എഴുതാൻ പഠിച്ചില്ലേ നമ്മള്? ഇതിന്റെ മുകളില് ഇങ്ങനെ വരച്ചപ്പോ എന്തായി? ഈ നമ്മൾ ഈ എഴുതാൻ പഠിച്ചത് ചെറിയ ലൈൻ എസ് ഇങ്ങനെ വരച്ചു, മുകളിൽ ഇങ്ങനെ വരച്ചപ്പോ ഇങ്ങനെ വരച്ചു. എസ് ചെറുതായിട്ടൊരു കുരുപ്പ് കൊടുത്തപ്പോ ഈ. നമ്മൾ ഏതൊക്കെ ലെറ്റർ പഠിച്ചിരുന്ന നോക്കിയേ? ഇങ്ങനെ എഴുതാം കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ ഈ മുകളില് വരയ്ക്കണം അല്ലേ? ഓക്കെ അല്ലേ? ഒന്നുകൂടെ ഇവിടെയാണ് കേട്ടോ ലൈൻ. ഓക്കെ അല്ലേ? ഈ 4 ലെറ്റർ എഴുതോ? 4 ലെറ്റർ എഴുതോ? ഓക്കെ. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ചിത്രമാല 180 ഓർമ്മയുണ്ടോ? നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലേ? മറന്നിട്ടുണ്ടോന്ന് വായിച്ചു നോക്കാം. നമുക്ക് എന്നിട്ട് എഴുതി പഠിക്കണേ. പിന്നെ നിങ്ങളുടെ വേറെ ബുക്കുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. നോക്കിയേ, വേഗം പറയും കേട്ടോ ടീച്ചർ, നിങ്ങൾ പഠിച്ചതുകൊണ്ട്. അനാർ, പോംഗ്രനേറ്റ്. എന്താ പോംഗ്രനേറ്റ്? മാതള നാരങ്ങ. ഓക്കെ.
से अनार pomegranate. ഒന്നുകൂടെ ആ से अनार pomegranate. ആ से अलमारी അൽമിര നമ്മുടെ വീട്ടിലുള്ളതല്ലേ അൽമാരി നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ ആ से अलमारी अलमीरा. ഒന്നുകൂടെ ആ से अनार pomegranate. आ से अलमारी अलमीര. നമ്മളിതാണ് എഴുതി പഠിക്കേണ്ടത് നമുക്ക് കേട്ടോ. ആദ്യം വായിച്ചു പഠിച്ചു നമ്മൾ കഴിഞ്ഞ വർഷം, ഈ വർഷം എഴുതി പഠിക്കണം. ഇതേതാ ലെറ്റർ? ആ से ആം മാംഗോ. മാംഗോ ഉണ്ടല്ലേ, മാങ്ങ. ആ से ആം മാംഗോ. ആ से ആഗ് ഫയർ, തീ അല്ലേ. ആ से ആഗ് ഫയർ. അടുത്ത പേജ് എടുത്തേ. ഈ से ഇംലി ടമറിൻഡ്. ഈ से ഇംലി ഓർമ്മയുണ്ടല്ലോ അല്ലേ. ഇംലി ടമറിൻഡ്. ഇംലി. ഈ से ഇസ്തിരി അയൺ ബോക്സ്. അയൺ നമ്മുടെ വീട്ടിലെ തേപ്പ് പൊട്ടി കേട്ടോ. ഇതെന്താ ടാമറിൻ? എന്താ കണ്ടാലേ അറിയാം അല്ലേ, പുളിയാണ്. കാണുമ്പോൾ തന്നെ കൊതി വരും അല്ലേ. ഓക്കെ. ഈ से ഇംലി ടമറിൻഡ്. ടമറിൻഡ് എന്ന് പറഞ്ഞാൽ പുളി കേട്ടോ, പുളി. ഈ से ഇംലി ടമറിൻഡ്, പുളി. ഈ से ഇസ്തിരി അയൺ. അയൺ ബോക്സിനാണ് കേട്ടോ അയൺ എന്ന് പറയണത്. ഇസ്തിരി അയൺ. ഓക്കെ. അടുത്ത പേജ് എടുത്തേ. നിങ്ങൾ പഠിച്ചതാണേ, അതുകൊണ്ടാണ് ടീച്ചർ പിന്നെയും പോണ വേഗം. ഏതാ ലെറ്റർ? ഈ से ഈക്ക്. എന്താണിത്? ഈക്ക്. ഷുഗർ കെയിൻ. ഷുഗർ കെയിൻ മീൻസ് കരിമ്പ്. ഈ से ഈക്ക് ഷുഗർ കെയിൻ. ഈ से ഈൻഡ് ബ്രിക്ക്. ഈൻഡ് എന്ന് കേട്ടോ, ഈൻഡ് ബ്രിക്ക്. ഈ से ഈക്ക് ഷുഗർ കെയിൻ. ഈ से ഈൻഡ് ബ്രിക്ക്. കിട്ടിയല്ലോ. ഓക്കെ. നന്നായിട്ട് വായിച്ച് ടീച്ചറിന് അയച്ചു തരണം. വായിച്ചിട്ട് അയച്ചു തരണം. കൂടാതെ എന്ത് ചെയ്യണം? എഴുതണം. ഈ വരെ മുഴുവൻ അറിയാവുന്നവര് മുഴുവൻ എഴുതണം. നമ്മള് കാക്ക വരെ പഠിച്ച് തീർത്തതാണ്. അറിയാമായിരിക്കും നിങ്ങൾ. അറിയാൻ വയ്യാത്തവർക്കാണ് ടീച്ചർ ഒന്നും കൂടെ പഠിപ്പിക്കണത്, മറന്നു പോയിട്ടുള്ളവർക്ക് കേട്ടോ. ഓക്കെ. എന്തായാലും എഴുതാൻ മറക്കരുത്. ടീച്ചറിന് വീഡിയോ അയച്ചു തരാൻ മറക്കരുത് കേട്ടോ. ഒന്നും മറക്കരുത്. നല്ല കുട്ടികളായിട്ടിരിക്കണം. ധന്യവാദ്. എന്താ ധന്യവാദ്? താങ്ക്സ്. ബൈ ബൈ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.